അപ്പോൾ കൂട്ടുകാരെ വേണ്ട എനിക്ക് എന്തൊക്കെയോ പണിയുമായിട്ട് ഇരിപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് എന്തോ പണി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതിൻ്റെ സൂത്രധാരി ഏകദേശം ഡോറയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ലോങ് വീഡിയോ കൊണ്ട എന്നെ ഒന്നും കാണിക്കുന്നില്ല. എല്ലാം അവരൊക്കെ തന്നെ സെറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആര്യയ്ക്ക് പണി കൊടുത്തതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. ആനാ എന്തോത്തിന്റെ ഇല്ല, അവൻ വണ്ടിയിൽ നിന്ന് എന്താണ്ട് എടുക്കാൻ പോയിട്ടുണ്ട്. എന്താണെന്ന് അവൻ താക്കോലെടുത്ത് പോക്കറ്റ് ഇട്ടോണ്ട് പോയി. ആനാ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കണ്ണടച്ച ഞാൻ പറഞ്ഞിട്ട് തുറക്കാവുള്ളൂ. ഇതിന്ന് എപ്പോ അടുത്ത തരട്ടെ? കണ്ണടയ്ക്ക്. കണ്ണടച്ചോ? ആ അവൻ അങ്ങനെ എനിക്ക് തരുന്നല്ലോ. അടുത്ത തരട്ടെ? കണ്ണു തുറന്നു. അടുത്ത തരട്ടെ? കണ്ണടയ്ക്ക്. എന്തായാലും നീ അവിടുന്ന് ഈ തെണ്ടികളോട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്ത് അയക്കണമെന്ന്. മറന്നാണ്. കുറേ പേരുടെ ഉണ്ട് കേട്ടോ. ആ ലിജി ചേച്ചിയുടെ അനിയത്തി. താങ്ക് യു. ആ നമ്മുടെ ആള് നാസിയുടെ ഒന്ന് കാണിച്ചു. നാസിയുടെ ഞാൻ എടുത്തില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നാസി ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് നാസി വിഷ് ചെയ്യുന്നത്. കുറച്ചു മുന്നേ കേറിയിരുന്നില്ലേ, അതൊക്കെ വിളിച്ചു. എന്നിട്ട് എന്നെ ഇതുവരെ അവൻ വിളിച്ചില്ല. ബാത്റൂമിൽ നിന്ന് ഇറങ്ങണ്ടേ? ഇന്നെനിക്ക് അതെനിക്ക് ലൂസ് മോഷൻ ആയോണ്ടാടാ. പോടാ പോടാ. ഞാൻ പാവാണ്. അറക്കാതെ വിടണം. അറക്കുന്നില്ല, അങ്ങ് കൊല്ലുന്നേ ഉള്ളൂ. 35 വെക്കണമായിരുന്നോ? പണ്ട് എങ്ങനെയാടി 35 വരുന്നത്? എനിക്ക് അന്ന് എനിക്ക് ഇൻഫെർട്ടിലിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഇൻഫെർട്ടിലിറ്റി കോംപ്ലക്സ്. അയ്യോ ഒന്ന് അവിടുന്ന് മാറിക്കാവോ? അയ്യോ ഒരാളുടെയും കൂടെ കാണിക്കാനുണ്ടായിരുന്നു. ആരാ വീഡിയോ എടുക്കുന്നേ? അവിടുന്ന് എടുക്കുന്നോ? അവിടുന്ന് ഉണ്ട്. സൈഡ് ബേസ് സൈഡ് സൈഡ്. അവൻ എന്ത് ചെയ്യാ? എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി. എന്റെ മോനില്ലല്ലോ. മോനൊന്നും എഴുന്നേറ്റപ്പോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ചതിയാടാ വഞ്ചക. പണി തരത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ തന്നെ തന്ന് പണിയാണ്. തലമുടി മൊത്തം വീണു. അടുത്തെങ്ങാണം വല്ലോ വീഴ്ച തീർന്ന്. അല്ല അങ്ങോട്ട് വെച്ചു. എനിക്ക് കിട്ടുന്നില്ല. മര്യാദക്ക് കടിച്ചില്ലെങ്കില് ക്രീം വേണ്ടതാ.
അങ്ങോട്ട് കടി അങ്ങോട്ട് കടിച്ചു കൊടുക്ക്. എന്റെ കൊച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇച്ചായ. ഹാപ്പി ഓ അച്ഛൻ പായിട്ടേ കിടക്കാനായിട്ട് എന്താ ഇച്ചായ സംഭവിച്ചിപ്പോ? കണ്ണി പോയി. അത് കുഴപ്പമില്ല. ഇച്ചായ എന്താ പറ്റിയപ്പോ? മുട്ടയായിരുന്നു ഇത് പൗഡർ ആണ് ഗൈസ്, വേറെ ഒന്നുമല്ല. ചുമ്മാതാ ഒരു പാക്കറ്റ് അരിപ്പൊടി അരിപ്പൊടിയൊന്നുമല്ല, ഇത് powder. ഇങ്ങോട്ട് നോക്കിയേ, കാണിച്ചേ. നാളെ പുട്ടുണ്ടാക്കാൻ പറ്റുന്ന പൊടിയാ. കഴിഞ്ഞു. നാളെ എല്ലാരും രാവിലെ ചായ എന്റെ നിക്കറിനകത്തൊക്കെ പോടാ. അത് കുഴപ്പമില്ല. നിക്കർ ഇടാറില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഹനുമാൻ മറ്റേ മലത്തോമന പിടിക്കാൻ കേക്ക് കഴിക്കേ, എല്ലാവർക്കും കൊടുക്ക്. ദേ ഇതുണ്ടോ അടിയിൽ കൂടെ വീഴുന്നുണ്ടോ? ഈ ഫുൾ പ്ലാനിങ് എന്റേതല്ല, നമ്മുടെ ഡോറ ചേച്ചിയുടെയാണ്. കണ്ടോ കണ്ടോ വീഴുന്നു. ഇച്ച കേക്ക് കൊടുക്കില്ല. ഞാൻ ഇനി എങ്ങനെ പോയി കുളിക്കുന്നതിനകത്ത്? കുളിക്കണം. ഇതെന്തിന് വാ ചാടിക്കേ. കിളിങ്ങും ചാടല്ലേ. ദാണ്ടെ ഇവിടെ നോക്കൂ. അച്ഛൻ അതുകൊണ്ടാ ഇത്ര നേരം കിടക്കാതിരുന്നത്. പാമടക്കിയ പോലെയായിരുന്നു ഇങ്ങനെ ഉണ്ടോ എന്തെങ്കിലും. ഇതെങ്ങനെ അവൻ നൈസായിട്ട് ഞങ്ങൾ ഇച്ചാൻ പോയൊക്കെ അച്ഛൻ അവിടെ പോയി അരിപ്പൊടി ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇതിലൊന്നുമില്ല. ഞാനാ പറഞ്ഞേ മുട്ടയുടെ കാര്യം അവൻ ഓർമ്മിപ്പിച്ചപ്പോഴാ ഓർത്ത്. ഇച്ച കേക്ക് കൊടുക്ക അച്ഛനും അമ്മയ്ക്ക്. വീഡിയോ എടുത്തോ? മുട്ട എന്തായാലും നിക്ക ഫോട്ടോ എടുക്കാം. ഒന്നുകൂടെ പിടിക്കണേ. ചേച്ചി നമ്മൾ രണ്ടുപേരും ഫോട്ടോ ഇപ്പൊ എടുത്തത്. എടുക്കാം. നിക്ക ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ ഇങ്ങനെയോ? ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് അച്ഛന് വായി വെച്ച് കൊടുത്തിട്ട് അച്ഛൻ കൊടുക്കുന്നത്. അങ്ങോട്ട് നീങ്ങിക്കേ. അതെന്തിനാ? ഫോട്ടോ അച്ഛൻ എടുത്തോട്ട് വെച്ചേ. ഇത് സ്റ്റാറ്റസിലാ. ഞങ്ങൾ കഴിച്ചിട്ട് മാറല്ലേ ഫോട്ടോ എടുക്കാൻ. അച്ചാച്ചൻ തിരിച്ച് വായി വെച്ചാ മതി. അകത്തോട്ട് കയറ്റണ്ട. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുപ്പിച്ചാലും നിക്കണം പെട്ടെന്ന് കഴിയും. പോയി ഞാൻ തീരുന്നു. ഇനി അമ്മ മതി. എന്തിനാ? കള്ള അടവാറ ചേച്ചി വീഡിയോ എടുക്കണം. അല്ല ഫോട്ടോയാ. ഫോട്ടോ ഇല്ലേ? പറഞ്ഞില്ലല്ലോ ഫോട്ടോ. ഇനി അമ്മയ്ക്ക് കൊടുക്ക. കൈ കടിച്ചോടാം. ഇനി നിങ്ങൾ പോ. മായാവി ഫസ്റ്റ് മായാവി. ഉണ്ണി മായ പേടിച്ച അതിന് വിറക്കുന്നത്. അല്ല അവൻ മോസ് വെക്കുന്നോണ്ട് കയ്യല്ലേ തിരിച്ചുകൂട്. തിരിച്ചിപ്പോ കൊടുക്കുന്നു. അയ്യോ സോറി, പേടിച്ചിട്ടാ. നീ ചെല്ലടി. ഒന്നാമത് ഡ്രസ് എടുത്തില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് നിക്കും. നോക്കാൻ പാടില്ല ഇവിടെ ആരും. അയ്യ ഡോറ ചേച്ചി അങ്ങോട്ട് ഞാൻ എടുത്തില്ല. ഇല്ല എനിക്ക് ഒന്നാമത് മറ്റേ പായസം കഴിച്ചിട്ട് ചേട്ടാ കുത്തി കേട്ട് ഇങ്ങോട്ട് കേക്ക് കാണാൻ എന്റെ തല കാണുമല്ലോ ഇപ്പൊ. കേട്ടോ. ആ വാ തുറ. കുറച്ചും കൂടെ തുറന്നു. അങ്ങനെ ഇരുന്നാ പറ്റത്തില്ലല്ലോ. ക്ലോസ് അങ്ങനെ ഇരുന്നാ പറ്റത്തില്ലല്ലോ. ഈ എനിക്ക് മാത്രം പണിയാ. അത് വേണ്ട, അത് വേണ്ട. ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് ഇച്ചിരി തേക്കാണ്. തേക്കാൻ പെട്ടെന്ന് ഇത് തരുന്നില്ല. ഇല്ല കേക്ക് തന്നാ മതി. എനിക്ക് തേക്കത്തെ എടുക്ക്. എടി ഇച്ചിരി കേക്ക് കൊടുത്തേ. ക്രീം വേണ്ടേ? ക്രീം വേണ്ടേ? താടിക്കാരൻ കേക്ക് കൊണ്ടവൻ ഫേഷ്യലില്ല. വേണ്ട, ഞാൻ കഴിച്ചു. അല്ല സത്യം കേക്ക് വേണ്ട, നീ എനിക്ക് തന്നു, ഞാൻ കഴിച്ചായിരുന്നല്ലോ. ഇവിടെ ഒരാള്
ഈ അരിപ്പൊടി കേസ് മാത്രം എന്റെ തലയിലല്ല, എല്ലാം ഡോറ ചേച്ചിയുടെ പ്ലാനാണ്. ഓ കേട്ടല്ലോ? അത് പറഞ്ഞോണ്ടാ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം മുട്ട എറിഞ്ഞ് ഞാൻ ഏറിപ്പോയി, ഈ പ്രാവശ്യം അരിപ്പൊടി എറിഞ്ഞ് സെയ്ത് ഏറിപ്പോവും. എല്ലാം അവര് ഡോറ പറഞ്ഞത് ഒന്നെങ്കിൽ ക്രീം എടുത്ത് തേക്കായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ക്രീം ഓ ക്രീം വേണ്ടേ? എനിക്കധികം കൈ പൊക്കി തേക്കാൻ പറ്റത്തില്ല, ചെറിയ വിരളിനും കൈക്കും എല്ലാം വേണം. എങ്ങാനും തേച്ച് കഴിഞ്ഞാൽ നിന്റെ ഡ്രസ് ഉൾപ്പെടെ ഇപ്പൊ മാറേണ്ടി വരും. ഇല്ല, എനിക്ക് തേക്കാൻ പറ്റത്തില്ല, അതാണ് ക്രീം വേണ്ടെന്ന് പറഞ്ഞു. നീ വിട്ട് ഇപ്പൊ മുടുക്കാനായി. കാണണേ. എന്നാ എവിടെ എന്തൊരു കേക്കടി ഇത് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇഷ്ടമാണ് പെട്ടെന്ന് ഞങ്ങള് പറഞ്ഞു. ചേച്ചിക്ക് വല്ല പൗഡർ, മറ്റേ പൗഡർ ഇട്ടല്ലേ? സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി ഇവിടെ തേക്കണമായിരുന്നു. കുറച്ചുകൂടെ തേക്കണം. ഇങ്ങോട്ട് വായിച്ചായ ഞാൻ പ്ലാനിലൊന്നും ഇല്ല, തുടങ്ങി വെച്ചാക്കെ എന്നെ കിട്ടി. ഇല്ല, ഞാൻ ഇനി ഒരാൾക്ക് മുട്ടം പണി കൊടുക്കുന്നുണ്ട്. അല്ല, ഈ പ്ലാനിൽ ഞാനില്ല. ഓ കുഴപ്പമില്ല മോനെ, എനിക്ക് വേണ്ടിട്ട് എന്റെ കുഞ്ഞാവയ്ക്ക് ഞാൻ പണി തരുന്നുണ്ട്. ഇവരാണ് ഇന്ന് ഞാൻ ഗോതയിലേക്ക് ഇറക്കിയത്. അടുത്ത പ്രാവശ്യം പ്രതീക്ഷിച്ച പലിശ സഹിതം കിട്ടും. അടുത്ത പ്രാവശ്യമല്ല, കല്യാണത്തിന് പണി ഞാൻ കൊടുത്തിട്ടില്ല. അതെ, രണ്ടെണ്ണത്തിന് ഞാൻ കല്യാണത്തിന് പണി ഞാൻ കൊടുത്തിട്ടില്ല. ചെയ്തേ നമുക്ക് മട്ടം മതി. ലിട്ടാപ്പി നീ കണ്ടോ? അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ഇതായിരുന്നു. അവസാനിച്ചിട്ടില്ല. ഇനിയോ? ഇത് വെറും ആരംഭമാണ്. ഇത് വെറും സാമ്പിൾ. ഇനി നാളെ കാലത്ത് വേറെ കാലത്തിന് എന്തോന്ന്? കാലത്ത് നേരം വെളുക്കുമല്ലോ. ആ നിക്കി ക്ലോസ് ചെയ്യില്ലേ? ക്ലോസ് ഇല്ല, ക്ലോസ് ഇല്ല. അതെന്തുവാ? അടുത്ത പൊടികൾ അടുത്ത പൊടി. എടാ, അടുത്ത മറ്റേ പൊടിയല്ല. ഓ താങ്ക് യു ദൈവമേ, നീ ഇപ്പോഴാണ് നല്ല കാര്യം ചെയ്തത്. താങ്ക് യു. തുറ. അയ്യോ കയ്യിലായി പിടിച്ചേ. തിരിച്ചു കൊടുത്തോ. അതിനെന്തോ കൈ കഴുകണമല്ല. പാടാ. എന്നാലും ഇത് പൊളി. ഇത് ഞാനിട്ട് അത് പോയിട്ട് മഴ കഴിച്ചോളാൻ പറ. വിനോട് തന്നെ എടുത്തോണ്ട് കഴിച്ചോളാൻ പറ. മുടുക്കനായി. കറക്റ്റ് ഇവിടെ പണ്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ അമ്മ. ഒരു തവണ ഞാൻ വീട് എന്റെ ഒരു ബർത്ത്ഡേ ആഘോഷം. ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു. കൊള്ളാം. കല്യാണത്തിന് ഇട്ടേന്റെ ഏകദേശം ഒരു കളറല്ലേ? വൈറ്റ് കളർ. എല്ലായിടത്തും ഇത് മറ്റേ ഇതാ ആഷ് കളറാണ്. നല്ല ഷർട്ട്. എനിക്ക് അല്ലെങ്കിൽ പ്ലെയിൻ കളറാണ് ഇഷ്ടം. താങ്ക് യു. ഏത് സൈസ്? കറക്റ്റ് സൈസ് എടുത്തേക്കണം. ഞാൻ പറഞ്ഞു മടക്കി വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ വെച്ചേരെ. അത് തന്നെ എന്റെ കയ്യിൽ ക്യാക്ക്. അതാണ് അവളുടെ ഞാനെന്നാ പോയി റെഡി ആവട്ടെ. ഇതങ്ങോട്ട് എടുത്ത് മാറ്റിട്ടു. അപ്പൊ കൂട്ടുകാരെ, ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങള്. വീട്ടിൽ എന്റെ ഗിഫ്റ്റ് ആയിരുന്നു ഇത്. ഏത്? കേക്ക്. കേക്ക് എന്റെ ഗിഫ്റ്റ് ആയിരുന്നു. കേക്കും പണി എന്റെ ഗിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ കൈ ഒഴിയണ്ട നീ, അങ്ങനെ കൈ ഒഴിയണ്ട. ഇല്ല, കരിപ്പൊടി അമ്മേന്റെ ഗിഫ്റ്റ്. ആ കൊഴപ്പില്ല. സത്യം പറഞ്ഞ ഇച്ചാൻ വണ്ടി എടുക്കാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് പ്ലാൻ ചെയ്തത്. ഒപ്പം ചോദിച്ചു മുട്ട ഇല്ലല്ലോ. അപ്പൊ ഞാൻ മുട്ട തീർന്നു പോയി, മേടിപ്പിച്ചില്ല. അറിയായിരുന്നെങ്കിൽ അച്ഛനെ കൊണ്ട് മേടിപ്പിക്കായിരുന്നു. അന്നേരമാണ് ഇച്ചാൻ വണ്ടി എടുക്കാൻ പോയത്. അന്നേരം ഞാൻ പറഞ്ഞിട്ട് ഇവൻ അരിപ്പൊടി എടുത്ത് അവിടെ കൊണ്ട് ഒളിപ്പിച്ചു. പ്ലാൻ ആരാണ് നടത്തിയതെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്ത ആൾക്കേ ഞാൻ പണി കൊടുക്കും. എക്സിക്യൂട്ടീവ് ചെയ്ത ആളും നനഞ്ഞു. അതെങ്ങനെ നനഞ്ഞ്? കുളിക്കണല്ലേ? ഓ എന്റെ ഒരു പുരികത്തിനകത്ത് വരെ ഈ മാവ്. പോയി. അപ്പോ കണ്ണിലിങ്ങനെ വായിക്കാൻ. കൂട്ടുകാരെ, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല, അതിനു മുമ്പ് ഡോറ ചേച്ചിട്ടുള്ള കമന്റ് ആയിരിക്കും. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് കൈ ഡോറ ചേച്ചിയുടെ സീരിയസ്ലി എന്റെ കല്യാണത്തിന് മുന്നുള്ള എന്റെ ബർത്ത്ഡേക്കൊക്കെ ചോദിച്ചു നോക്ക്. എന്റെ മുടി നിറച്ച് ക്രീം വാരി പൊത്തിയിട്ട് ഞാൻ വീണിട്ടുണ്ട് ക്രീമെ തെന്നി. അതുപോലെ എന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് എന്റെ ചേച്ചിയായിട്ട് നിന്നതിൽ ചേച്ചിക്ക് പറ്റാത്ത. ആ ചേച്ചിയായിട്ട് നിന്നേനോ? അപ്പൊ നിന്റെ ചേച്ചി അല്ലേ? ഓ എന്റെ ചേച്ചി. ആ ഓ അപ്പൊ
ചേച്ചി ഒരാവശ്യം പറഞ്ഞു ഞാൻ അത് നടത്തി കൊടുത്തു. കുഴപ്പമില്ല എനിക്ക് ചേച്ചിക്ക്, അത് കുഴപ്പമില്ല, ചേച്ചിക്കും അനിയനും ഞാൻ തരും പണി. സാധിക്കാത്തത് എന്റെ അനിയനും അനിയത്തി സാധിക്കും. ആരും ഇതിനകത്ത് കൈ അടത്താത്തത് കൊണ്ട് ആരെയും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ ചേച്ചിക്കും അനിയനും ഞാൻ പണി തരും, അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇതിന്റെ ഇരട്ടി കൊടുക്കും അല്ലേ? അതെ. അതിന് മാത്രം നീ വളർന്നിട്ടില്ല. ഇല്ല